തൃശൂർ കൊടകരയിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അനോഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. അനോഷ് കണ്ണു തുറന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. അനോഷിന്റെ സഹോദരൻ 8 വയസ്സുകാരൻ ആൽജോ പാമ്പുകടിയേറ്റ് മരിച്ചിരുന്നു. തൃശ്ശൂരിൽ നിന്നും ശ്രീജിത്ത് ശ്രീകുമാറുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, വിഷമഘട്ടമാണ്, അതിനിടയിലും നേരിയ ഒരു ആശ്വാസത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 10 വയസ്സുകാരൻ അനോഷ് കണ്ണ് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? കൃഷ്ണ, എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സങ്കടകരമായ കാര്യമാണ് നടന്നത്. വാർത്തയായിരുന്നു. പക്ഷെ അതിനിടയിൽ നേരിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഈ 10 വയസ്സുകാരന് ശസ്ത്രക്രിയ കഴിഞ്ഞിരുന്നു. അതിനുശേഷം വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പാമ്പിന്റെ വിഷമായിരുന്നു ഉള്ളിൽ ചെന്നതെന്ന ഏതാണ്ട് സ്ഥിരീകരണവും വന്നു. എന്തായാലും ഇപ്പോൾ 2 ദിവസത്തിനോളം നേരമായി ഇപ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നുവെന്ന ഒരു നിർണായകമായ വിവരമാണ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അങ്കമാലി അപ്പോളോ ആശുപത്രി അധികൃതർ പുറത്തുവിടുന്നത്. നേരിയ പുരോഗതി ഉണ്ട്. രക്തസമ്മർദ്ദമടക്കം സാധാരണ നിലയിലേക്ക് പ്രവർത്തിക്കാൻ എത്തുന്നു എന്ന തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഇത് കൂടാതെ ഈ കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് ചികിത്സയിൽ ഉള്ളത്. നില ഗുരുതരം തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു പോസിറ്റീവ് സൈൻ, നല്ലൊരു വാർത്ത എന്ന തരത്തിൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. എന്തായാലും അനോഷിന്റെ സഹോദരൻ ആൽജോ ആണ് നേരത്തെ മരിച്ചത്. ആൽജോയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും സമീപത്തെ പള്ളിയിൽ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.